ടോക്കിയോ വാർ ക്രൈം ട്രയൽസ് 1946 തുടങ്ങി ഏതാണ്ട് 2 വർഷം നീണ്ടുനിന്ന നിയമവിചാരണ. ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടത്തിയ മനുഷ്യത്വത്തിനും ലോകസമാധാനത്തിനും വിരുദ്ധമായ യുദ്ധക്കുറ്റവിചാരണ. ഓസ്ട്രേലിയ, US, UK, ചൈന, റഷ്യ, ഫ്രാൻസ്, ന്യൂസിലൻഡ്, ഇന്ത്യ, ഫിലിപ്പീൻസ്, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജഡ്ജികൾ ഏതാണ്ട് 28 ജാപ്പനീസ് അധികാരികളെ വിചാരണ ചെയ്ത് 25 പേരെ ശിക്ഷിക്കുന്നു. യുദ്ധത്തിലെ അലൈഡ് ഫോഴ്സുകളുടെ വിജയത്തെ തുടർന്ന് ജപ്പാൻ അമേരിക്ക ഓക്കുപ്പൈ ചെയ്തു. 1952 വരെ. ഈ കാലയളവിൽ ജപ്പാൻ ഡീമിലിറ്ററൈസ് ചെയ്യപ്പെട്ടു. പട്ടാളമില്ലാതെ 7 വർഷം. ശേഷം സ്വയരക്ഷയ്ക്കായി മാത്രം മിലിറ്ററി തിരികെ കൊണ്ടുവന്നു. യുദ്ധസമയത്ത് ഈ ചൈന, ഫിലിപ്പീൻസ്, കൊറിയ ഉൾപ്പെടെ പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും അധിനിവേശിച്ച് കടന്ന ജാപ്പനീസ് സൈന്യം കൊടും ക്രൂരതകളാണ് ചെയ്തു കൂട്ടിയത്. ഇതിൽ കൊലപാതകം, മരുന്ന് പരീക്ഷണം, ബയോവെപ്പൺ പരീക്ഷണം, നിർബന്ധിത വേശ്യാവൃത്തി ഒക്കെ ഉൾപ്പെട്ട അപരാധങ്ങൾ. കംഫർട്ട് വിമൻ എന്ന പേരിൽ പ്രായഭേദമന്യേ സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. ഈ യുദ്ധക്കുറ്റങ്ങൾക്കൊക്കെ പശ്ചാത്താപം എന്നോണം 1952 ജപ്പാൻ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. രാജഭരണത്തിൽ നിന്ന് സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി. മിലിറ്ററിക്ക് പകരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പണം നിക്ഷേപിച്ചു. ശേഷം കണ്ട നിർമ്മാണ കമ്പനി വളർച്ചയൊക്കെ എടുത്തു പറയേണ്ടതാണ്. ജനാധിപത്യത്തിൽ മാനവികതയിലും മനുഷ്യത്വത്തിലും ഊന്നിയ വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നു. അവസരം കിട്ടുകിൽ നിഷ്ഠൂര ചോദനകളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമൂഹത്തിനെയല്ല, മറിച്ച് മനുഷ്യത്വമുള്ള സമൂഹമായി വളരാൻ പ്രേരിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയും പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. അതിനാൽ നാളെ ഒരു ഫേവറബിൾ സാഹചര്യം വന്നാലും മാന്യമായി മാനവികതയോടെ പെരുമാറുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു.